ശരീരത്തിൻ്റെ അനക്കം കൊണ്ട് നിസ്കാരം ബാത്തിലാകുന്നത് എങ്ങനെയാണ്? നിസ്കാരത്തിൽ ശരീരം മൊത്തമായും അനങ്ങുന്നുണ്ടല്ലോ. ചോദിച്ചിരിക്കുന്നത് മുനീറ കബീറാണ്, ആലപ്പുഴ നിന്നും. വളരെ രസകരമായതും പഠനാർഹവുമായ ചോദ്യമാണ്. ശരീരത്തിന് അനക്കം കൊണ്ട് നിസ്കാരം ബാത്തിലാവും, പക്ഷേ ആ ശരീരം അനങ്ങാതെ എങ്ങനെയാണ് നിസ്കരിക്കുക? ശരിയാണ്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്ന നിസ്കാരം ബാത്തിലാകുന്ന ശരീരത്തിൻ്റെ അനക്കം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടാണ്, അല്ലാഹു അക്ബർ, ഇങ്ങനെ കൈകെട്ടുമ്പോൾ ഇത് ശരീരം അനങ്ങി, പക്ഷേ ഈ അനക്കമല്ല. മറിച്ച് നമ്മളിങ്ങനെ കൈകെട്ടിയതിന് ശേഷം പിന്നെ ഇവിടെ ഇങ്ങനെ കടിക്കുന്നുണ്ട്, ഇങ്ങനെ മാന്താണ്, 3 പ്രാവശ്യം ഇങ്ങനെ അനങ്ങി, നിസ്കാരം ബാത്തിലാണ്. അവിടെ നമുക്ക് 3 പ്രാവശ്യം ഇങ്ങനെ മാന്തിയേ പറ്റുള്ളെങ്കിൽ 1 പ്രാവശ്യം ഇങ്ങനെ മാന്തുക, കഴിഞ്ഞു, 1 പ്രാവശ്യമായി, ഇപ്പോൾ നിസ്കാരം ബാത്തിലായിട്ടില്ല. പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് പതുക്കെ വീണ്ടും തുടർച്ചയായിട്ട് 3 പ്രാവശ്യം അനങ്ങാൻ പാടില്ല എന്നാണ്. അങ്ങനെ ചെയ്തു, അത് നിസ്കാരം ബാത്തിലാവില്ല. ഇപ്പോൾ തല കടിച്ചു, അല്ലെങ്കിൽ മുഖം ഇങ്ങനെ പതിയെ, അല്ല ഇവിടെ എങ്ങനെ ആക്കിയ നിസ്കാരം ബാത്തിലാവും. നമ്മളിങ്ങനെ ആക്കുക, പിന്നെ ഇങ്ങനെ തലറിയുക, പിന്നെ അതൊക്കെ നിസ്കാരം ബാത്തിലാണ്. നിസ്കാരം എപ്പോഴും ജാഗ്രതയിലും ശ്രദ്ധയിലും അനക്കമടങ്ങി തന്നെ ആയിരിക്കണം. അപ്പോൾ 3 പ്രാവശ്യം അങ്ങനെ തന്നെ. ഇപ്പോൾ റുക്കുവിലേക്ക് പോകും, നമ്മൾ അനങ്ങി, പക്ഷെ റുക്കുവിൽ നിന്നിട്ട് പിന്നെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുക, പിന്നെ അങ്ങനെ മുറിച്ചൊറിയുക, ഇതാണ് പ്രശ്നം. ഇതിങ്ങനെ തുടർച്ചയായി 3 പ്രാവശ്യം ചെയ്താൽ നിസ്കാരം ബാത്തിലാണ്. അല്ലാതെ നിസ്കാരത്തിൽ നമ്മളിങ്ങനെ അനങ്ങുന്നതല്ല പ്രശ്നം. നിസ്കാരത്തിൽ നിന്നുകൊണ്ട് അനക്കമടങ്ങലിനെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ മാന്തലും തട്ടലും അങ്ങനെ നോക്കലും, അതാണ് പ്രശ്നം. അത് തുടർച്ചയായി 3 പ്രാവശ്യം ചെയ്യാൻ പാടില്ല, അത് നിസ്കാരത്തെ ബാത്തിലാക്കും. അപ്രകാരം തന്നെ നിസ്കാരത്തിൽ നമ്മളിപ്പോൾ സുജൂദിൻ്റെ സ്ഥലത്തേക്കാണ് നമ്മൾ നിസ്കാരത്തിൽ നോക്കേണ്ടത്. സുജൂദിൻ്റെ സ്ഥലം എന്ന് പറയുമ്പോൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസം മഹാന്മാർ പറയുന്നു. ഇപ്പം നമുക്ക് നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ സുജൂദിൻ്റെ സ്ഥലത്തേക്ക് നോക്കാം. ചില സമയത്ത് പെട്ടെന്ന് നമ്മളിങ്ങനെ കണ്ണ് ഇങ്ങനെ അങ്ങോട്ടാക്കും, ചിലപ്പോൾ ഇങ്ങനെ ആക്കും. മനഃപൂർവ്വം അലസമായി കണ്ണങ്ങോട്ടാക്കാൻ പാടില്ല. നിസ്കാരം ബാത്തിലാവില്ല, പക്ഷേ നിസ്കാരത്തിൻ്റെ പ്രതിഫലത്തെ അത് ഇല്ലാതാക്കും. കാരണം നിസ്കാരത്തിൻ്റെ സൂക്ഷ്മത കുറവാണ് നമ്മൾ ഉണ്ടാക്കുക. നമ്മൾ ദൂരോട്ട് നോക്കുന്തോറും നമ്മൾ പലതും ചിന്തിക്കുകയാണ്. അതാണ് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സൗന്ദര്യം നോക്കേണ്ടി വരും, കണ്ണ് നോക്കേണ്ടി വരും, പുറത്ത് ജനാലയിലൂടെ നോക്കുമ്പോൾ പുറത്ത് ആൾക്കാർ പോകുന്നത് നോക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഏകാഗ്രതയ്ക്ക് വേണ്ടി സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കാൻ പറഞ്ഞത്. കണ്ണിങ്ങനെ മുകളിലേക്ക് 1 പ്രാവശ്യം അനക്കിയത് കൊണ്ടൊന്നും നിസ്കാരം ബാത്തിലാവില്ല, പക്ഷേ അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ ഹുറുമത്ത് നഷ്ടപ്പെടും, ശ്രദ്ധ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കാൻ പറഞ്ഞിട്ടുള്ളത്.